ഹിയർ മൈൻഡ് പവർ ഓഫ് മലബാറീസ്. ഇന്നൊരു വിശേഷമുണ്ട്. ഞാൻ ജാവലിൻ ത്രോയറാണ്. എൻ്റെ അന്നം എന്ന് പറയുന്നത് ജാവലിനാണ് ഞാൻ റെയിൽവേയിൽ കയറിയത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഒരു ജാവലിൻ 8 ഓൺലൈൻ ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്തു, വീട്ടിലെത്തി. അപ്പോൾ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. കയ്യൂരിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റേഡിയം, EMS സ്റ്റേഡിയം, പാലാത്തടം, നീലേശ്വരം, കാസർഗോഡ് ജില്ലയിൽ, കേരളം. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂട്ടറിൽ മെല്ലെ കെയർ ചെയ്ത് കെട്ടി വളരെ ശ്രദ്ധിച്ച് ഗ്രൗണ്ടിലേക്ക് എത്തി. ഇനി മെല്ലെ ഇത് അഴിച്ച് അടുത്ത പരിപാടിയിലോട്ട് കടക്കണം. വളരെ എക്സൈറ്റഡ് ആണ്. ജസ്റ്റ് ഞാൻ റിമൂവ് ചെയ്യാണ് കെട്ടിയത്. ഗ്രൗണ്ടിലോട്ട് പോവാം. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫായ ജാവലിൻ്റെ റൺവേയിലേക്കെത്തി. എൻ്റെ ഒരു ഡ്രീമാണ് ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ജാവൽ വാങ്ങിക്കണമെന്ന്. പഠിക്കുന്ന സമയത്ത് അതിനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നില്ല. ഇപ്പം നന്നായിട്ടുണ്ടെന്നൊന്നുമല്ല പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വെല്ലെ എടുക്കുവാണ് എൻ്റെ ഡ്രീം ജാവലിൻ. വലിയൊരു ഡ്രീമാണ് നടക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ എല്ലാ പരിപാടികളും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരു മാസ്റ്റേഴ്സിൻ്റെ വേൾഡ് മീറ്റ് വരുന്നുണ്ട്. സൗത്ത് കൊറിയയിലാണ്. അപ്പോൾ വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. ഈശ്വരൻ സഹായിക്കുവാണെങ്കിൽ, നിങ്ങളുടെയൊക്കെ ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ ആ മത്സരത്തിന് പോയി പങ്കെടുത്ത് നല്ലൊരു വിജയം കൊയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയേറെ എക്സൈറ്റ്മെൻറ്റാണ് ഈ ഒരു ജാവലിൻ എൻ്റെ കൈകളിൽ വന്നപ്പോഴേക്കും. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. മനം പോലെ മാംഗല്യം എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ ദിവസം. കളർഫുള്ളാണ്, നോക്കും. ഓ സൂപ്പർ. അങ്ങനെ എൻ്റെ ജനറൽ സ്ട്രെച്ചിങ് കഴിഞ്ഞു. അത്യാവശ്യം വാമപ്പിൻ്റെ ഒരു സ്റ്റേജിലോട്ടാണ്. നെക്സ്റ്റ് ഒരു 400 meters 2 laps വാമപ്പിലോട്ട് പോവുകയാണ്. അതിനുശേഷം ജനറൽ എക്സസൈസ്. ദെൻ ഞാൻ വെയിറ്റിംഗായിട്ട് നിൽക്കുന്ന എൻ്റെ ജാവലിൻ എൻ്റെ കൈകളിലേക്ക് എത്തിക്കും. കൂടെ യാത്ര തുടരാം. അങ്ങനെ 2 laps റണ്ണിങ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി ജനറൽ എക്സസൈസിലോട്ട് കിടക്കുകയാണ്. ഓക്കെ, ജനറൽ എക്സസൈസ് തുടങ്ങാൻ പോകണം. 400 2 laps ഓടി ജനറൽ സ്ട്രെച്ചിങ് കഴിഞ്ഞു. ജസ്റ്റ് ജനറൽ എക്സസൈസ് ബോഡി മൂവ്മെൻറ്റിനെ അറിയാൻ വേണ്ടിയിട്ട് പ്രാപ്തിയാക്കുന്ന ഒരു സിസ്റ്റമാണ്. ഏതൊരു വ്യായാമ മുറയ്ക്കും, ഗെയിംസ് ആണെങ്കിലും അത്ലറ്റിക്സ് ആണെങ്കിലും, ഫസ്റ്റ് നമ്മൾ ബോഡി സ്ട്രെച്ചിങ് നന്നായിട്ട് ചെയ്ത് ബോഡി നല്ല കൂൾ ചെയ്തിട്ട് അതിനുശേഷം അത്ലറ്റിക്സ് ആണെങ്കിൽ കുറച്ച് റണ്ണിങ് ഒക്കെ ചെയ്യും. റണ്ണിങ്ങിന് ശേഷം ജനറൽ എക്സസൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഫുള്ള് ഞാൻ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം മൊത്തം ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടും. അതുകൊണ്ട് ഷോർട്ടാക്കി കുറച്ച് കാര്യങ്ങൾ എടുക്കുകയാണ്. നമ്മൾ ലെഗ് റൊട്ടേഷനും ലെഗ് സ്ട്രെച്ചിങ്ങും ആം റൊട്ടേഷൻ, ഫോൾഡിങ്, സ്റ്റാൻഡിൽ ഫോഴ്സിങ് എല്ലാം വളരെ ശ്രദ്ധിച്ച് നമ്മുടെ മസിൽ ഫോംസിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് സ്പീഡും സ്ട്രെങ്ത്തും മൂവ്മെൻറ്റൊക്കെ നോക്കി വളരെ ശ്രദ്ധിച്ച് ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം. ചെയ്യുന്ന വർക്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടായിരിക്കണം ചെയ്യുന്നത്. നമ്മൾ പ്രോപ്പർ വേയിൽ ചെയ്യുമ്പോൾ ഏതൊരു ഗെയിമിലും ഏതൊരു സിസ്റ്റത്തിലും ഇഞ്ചുറീസ് നമുക്ക് പൊതുവേ കുറവായിരിക്കും. ആ സിസ്റ്റമാറ്റിക് കൊണ്ടുപോകണമെങ്കിൽ നല്ലൊരു അത്ലറ്റ്, നല്ലൊരു ഗെയിമർ, വട്ടെവർ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ലെഗ് സ്വിങ്ങിങ്. എല്ലാം സിസ്റ്റത്തിലേക്ക് തന്നെ വരണം.
ഏത് വ്യായാമമാണെങ്കിലും പ്രോപ്പർ സിസ്റ്റമാറ്റിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് എന്നുള്ള ആ ഒരു സിസ്റ്റത്തിൽ തന്നെ നമ്മൾ വർക്കൗട്ട് ത്രൂ ഔട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഒരു സ്ട്രെച്ചിങ് ഉണ്ട് ജാവലിൻ്റെ ഓവറോൾ ബോഡി ആ ഒരു പാറ്റേണിൽ സ്ട്രെച്ചിങ് ചെയ്ത് കൊണ്ടുവരും. നോർമലി സ്ലിപ്പ് ചെയ്സിൻ്റെ ബാറുണ്ട്, അതിന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാറുണ്ട് എപ്പോഴും. നമ്മൾ പ്രോപ്പർ എത്ര സ്ട്രെച്ച് ചെയ്താലും ബോഡി മൂവ്മെൻറ്റ് ഇഞ്ചുറീസ് കുറയും. നമുക്കറിയാനുള്ള ആ ഒരു സ്ട്രെങ്തൊക്കെ പ്രോപ്പർ വേയിൽ കിട്ടും. ഈ ഒരു സിസ്റ്റം തന്നെയാണ് ഞാൻ ജാവലിനിപ്പം മാസ്റ്റേഴ്സ് മത്സരത്തിൽ നിലനിന്ന് പോകുന്നതും. കൈയിൻ്റെ ഒരു സ്ട്രെങ്ത്ത്, മസിൽ ഡെവലപ്മെൻറ്റ്, ബാക്ക് പോർഷൻ സ്ട്രെങ്ത്തിനൊക്കെ ഇത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്ട്രെച്ചിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 4 സ്പ്രിൻറ്റ് കണ്ടിന്യൂ അങ്ങോട്ട് ചെയ്യും, നല്ല സിസ്റ്റമാറ്റിക്കായിട്ട്. അപ്പോൾ ഇനിയാണ് കളറി. എൻ്റെ ജാവൽ ഞാൻ ഫസ്റ്റ് എടുക്കുവാണ്. ഈശ്വരാക്കാത്ത വളരെ ഇത് കണ്ടോട്ടേലുള്ള ഒരു സിസ്റ്റമാണ്. നന്നായിട്ടൊന്ന്